അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് കൊല്ലം എത്തിയ കഥ പറഞ്ഞില്ലല്ലോ. എന്നെ കൂട്ടാൻ വന്ന ശ്രീകുട്ടിയായിരുന്നു കേട്ടോ. വേറെ പല യൂട്യൂബ് ചാനലിൽ ഇവളുടെ തല വന്ന് പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലെത്തിയപ്പോൾ അമ്മ കഥ അടച്ചിരിക്കുക. കാരണം അകത്ത് പട്ടിക്കുട്ടികളുണ്ടേ. അപ്പോൾ കാറകത്ത് സേഫായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുക അമ്മ. ഞാൻ വന്നു. ആദ്യം ഇറങ്ങി വന്ന സ്നൂപ്പി ആയിരുന്നു. സ്നൂപ്പി ഭയങ്കര എക്സൈറ്റഡാണ്. സ്നൂപ്പിക്ക് ആദ്യം മനസ്സിലായില്ല ആരാ വന്നതെന്ന്. സാധാരണ അവൻ അങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ആരാ വന്നതെന്ന്. അപ്പോൾ അവൻ വന്നവനും പിടിക്കാനും ഒക്കെ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ ചെറിയ ബേബി ഇവിടുത്തെ. അപ്പോൾ അമ്മ സൈഡിൽ നിന്ന് അച്ഛനെ കാണിച്ചിരുന്നുണ്ട്. അച്ഛൻ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. അച്ഛൻ ഞാൻ തൃശ്ശൂരിൽ നിന്ന് കയറി കൊല്ലം എത്തുന്നത് വരെ അച്ഛൻ വീഡിയോ കോളിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഫുൾ അപ്ഡേറ്റ്സ് എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കലാണ് അച്ഛൻ്റെ പ്രധാന ഹോബി. ഒരു ബേബി അല്ല, 2 ബേബി ഉണ്ട്. ഒരാൾ ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ ഒരാളെ ഞാൻ വിളിക്കുന്നുണ്ട് ഓടി വാന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആൾ വരുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ട് ആൾക്ക് ഉറക്കമാണ് മെയിൻ. അപ്പോൾ പകുതി ബോധത്തിൽ ഓടി വരുന്നുണ്ട് ദൂരേന്ന്. പക്ഷെ ആളെ മനസ്സിലായിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി. ഇവന് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ അടുപ്പിച്ചാൽ ചിലപ്പോൾ ഒരു കടി കിട്ടും. സ്നേഹം കൊണ്ടാണേ. ആക്ച്വലി ഞാൻ വീട്ടിൽ വരുന്നത് ഇവരെ രണ്ടുപേരും കാണാനാണ്. അമ്മയും ഉണ്ട്, പക്ഷെ മെയിനായിട്ട് ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. വിഷുവിന് വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഞാൻ ആ ഒരു ദിവസം കൊണ്ട് തീർത്തു. ഗൗതമിന് പട്ടീനെ ചെറിയൊരു പേടിയുണ്ട്, എന്നാലും ഓക്കെ എന്നുള്ള രീതിയിലാണ് ഫേസ് എക്സ്പ്രഷനൊക്കെ. അമ്മയുടെ വക സ്പെഷ്യൽ എന്തോ ഡിഷിൻ്റെ ഒക്കെ മണം ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുകയായിരുന്നു. വീട് എന്തായി, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പട്ടിക്കുട്ടികളുടെയൊക്കെ സന്തോഷവും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്തു അവിടെ നിന്നിട്ട്. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എത്തിയോന്ന്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു ഈഗോ ഇഷ്യൂ ഉണ്ട്. ആരായിരിക്കും ഞാൻ ആദ്യം തൊടുക അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്. അത്രേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ പഴയ നൊസ്റ്റാൾജിക് കോർണർ. ഇവിടെ ആയിരുന്നു ഞാൻ വന്നിരിക്കുക മൊബൈലൊക്കെ കുത്തിക്കൊണ്ട്. പിന്നെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ജോലിക്ക് പോയിട്ട് വരുമ്പോഴും ഒക്കെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു ഇരിക്കുക. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ വക സ്പെഷ്യൽ അപ്പവും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അത് അമ്മ പൂവിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് വയറൊക്കെ ഫുള്ളായതിന് ശേഷം അമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ എപ്പോഴും പറയുന്ന ബ്ലാക്കിൽ ഒരു റെഡ് ബോർഡറുള്ള സാരി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിഴിരണ്ടിലും സിനിമയിൽ കാവ്യമാധവനും എടുത്ത പോലെ അത് കിട്ടിയില്ലെങ്കിലും ഇത് വെച്ച്